ഹലോ ട്രേഡേഴ്സ്, ഹലോ ഇൻവെസ്റ്റേഴ്സ്, ദിസ് ഇസ് സിയാദ് ഇലിക്കൽ. ഇന്ന് നമ്മൾ കമ്മോഡിറ്റി മാർക്കറ്റിനെ കുറിച്ചിട്ടുള്ള വിശദമായിട്ടുള്ള ഒരു ചർച്ചയാണ്. പൊതുവെ ആളുകൾക്കുള്ള ഒരു പരാതിയാണ്, മാർക്കറ്റ് സമയം ഓഫീസിലാണ് ഉണ്ടാകുക, അതുകൊണ്ട് തന്നെ മാർക്കറ്റ് സമയത്ത് എനിക്ക് ട്രേഡ് ചെയ്യാനായിട്ടുള്ള ഒരു സമയം കിട്ടുന്നില്ല എന്ന് കുറെ ആളുകൾ പരാതി പറയാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്കും മാർക്കറ്റിൽ ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ആളുകൾക്കും ഒരേപോലെ ഇഷ്ടപ്പെട്ട മാർക്കറ്റാണ് കമ്മോഡിറ്റി മാർക്കറ്റ്. കാരണം ഇതിൻ്റെ ഒരു സമയക്രമമാണ്. രാവിലെ 9 മണി മുതൽ രാത്രി 11:30 വരെ കമ്മോഡിറ്റി മാർക്കറ്റ് ട്രേഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ട്രേഡേഴ്സിന് വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു മാർക്കറ്റാണ് കമ്മോഡിറ്റി മാർക്കറ്റ്. കറന്റ്ലി ഇത് വളരെയധികം പോപ്പുലർ ആയിട്ടുണ്ട് ഇന്ത്യയിൽ കമ്മോഡിറ്റി ട്രേഡിങ്ങിൽ. ഇനി എന്തൊക്കെയാണ് കമ്മോഡിറ്റി മാർക്കറ്റിൽ ട്രേഡ് ചെയ്യാനായിട്ട് പറ്റുന്നത്? കമ്മോഡിറ്റിയിൽ സിൽവർ പോലെയുള്ള അല്ലെങ്കിൽ അഗ്രികൾച്ചറൽ പ്രൊഡക്റ്റ് പോലെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതിൽ ട്രേഡ് ചെയ്യാൻ പറ്റുമെങ്കിലും കൂടുതൽ ആളുകൾ ഫോക്കസ് ചെയ്യുന്നത് ക്രൂഡ് ഓയിലും ഗോൾഡിലുമാണ്. അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ ക്രൂഡ് ഓയിലും ഗോൾഡിലും ഉള്ള കമ്മോഡിറ്റി ട്രേഡിങ്ങിനെ കുറിച്ചാണ്. ഇതിന്റെ ആദ്യത്തെ ഒരു ഗുണം നമ്മൾ കണ്ടു, ഇതിന്റെ സമയക്രമമാണ്. എല്ലാ ആളുകൾക്കും വളരെ കൺവീനിയന്റ് ആയിട്ടുള്ള രീതിയിൽ ഇതിൽ പങ്കെടുക്കാനായിട്ട് പറ്റും. ഇനിയോ ഇത് മാത്രമല്ല ഇതിന്റെ ഒരു ബെനിഫിറ്റ് ഉള്ളത്. ഇതിൽ വളരെ കുറഞ്ഞ ക്യാപിറ്റൽ നമുക്കിതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. 2000 രൂപ മുതൽ നമുക്കിതിൽ ട്രേഡ് ചെയ്ത് തുടങ്ങാം. നിഫ്റ്റിയുടെ ലോട്ട് സൈസ് എല്ലാം തന്നെ ഉയർത്തിയത് കൊണ്ട് നിഫ്റ്റിയിൽ ഇപ്പോൾ ട്രേഡ് ചെയ്യാൻ അടുത്ത മണിയിലൊക്കെ ബൈ ചെയ്യാനായിട്ട് മിനിമം ഏകദേശം ഒരു 10,000 രൂപയുടെ ഒക്കെ അടുത്ത് വരുന്നുണ്ട്. അപ്പൊ അത് ഒഴിവാക്കും. ഇതിൽ ട്രേഡ് ചെയ്യുമ്പോൾ കുറഞ്ഞ ക്യാപിറ്റൽ നമുക്കിതിൽ ട്രേഡ് ചെയ്ത് തുടങ്ങാം എന്നുള്ളതാണ് വേറൊരു ഗുണം. ഇത് മാത്രമല്ല, നമ്മൾ നിഫ്റ്റിയിൽ ട്രേഡ് ചെയ്യുന്ന സമയത്ത് ഇപ്പൊ നിഫ്റ്റിയിൽ ഇൻഡെക്സ് ട്രേഡ് മോശമാണെന്നല്ല, ഇൻഡെക്സ് ട്രേഡ് വെച്ച് കമ്മോഡിറ്റി ട്രേഡിനെ കമ്പയർ ചെയ്യുമ്പോൾ കമ്മോഡിറ്റി ട്രേഡിന്റെ ഗുണങ്ങൾ മാത്രമാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. ദോഷങ്ങളുണ്ട്, അത് വഴിയെ നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ ഇൻഡെക്സ് വെച്ച് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ കമ്മോഡിറ്റി ട്രേഡിങ്ങിന്റെ ഒരു ഗുണം എന്ന് പറയുന്നത് ഇതിൽ കുറഞ്ഞ ക്യാപിറ്റൽ നമ്മൾ ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം എന്നുള്ളതാണ്. നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. രണ്ടാമത്തെ ഗുണം എന്ന് പറയുന്നത് നിഫ്റ്റി നമുക്കറിയാം. നിഫ്റ്റി എന്ന് പറയുന്നത് 50 കമ്പനീസ്, മാർക്കറ്റ് ക്യാപ്പിന്റെ അടിസ്ഥാനത്തിലുള്ള 50 കമ്പനീസിന്റെ വെയിറ്റഡ് ആവറേജ് പ്രൈസ് ആണ് നിഫ്റ്റി വരുന്നത്. സ്വാഭാവികമായ രീതിയിൽ നിഫ്റ്റിയിൽ 50 കമ്പനീസിൽ ടോപ്പ് 10 കമ്പനീസ് ആണ് നിഫ്റ്റിയുടെ ആ ഒരു റാലിയ അല്ലെങ്കിൽ ഫോളിനെല്ലാം തന്നെ വളരെ വലിയ രീതിയിൽ സ്വാധീനിക്കുന്നത്. അതിനർത്ഥം നിഫ്റ്റിയിൽ ട്രേഡ് ചെയ്യുമ്പോൾ അറ്റ്ലീസ്റ്റ് 10 കമ്പനികളുടെ എങ്കിലും ആ ഒരു പാറ്റേൺ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അൺഎക്സ്പെക്ടഡ് ആയിട്ട് ഈ ഒരു 10 നിഫ്റ്റിയിൽ തന്നെ ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ള റിലയൻസ് അല്ലെങ്കിൽ HDFC ഇങ്ങനെയുള്ള കമ്പനീസിൽ ഉണ്ടാകുന്ന എന്തെങ്കിലും പ്രശ്നങ്ങളെല്ലാം തന്നെ നിഫ്റ്റിനെ അത് വലിയ തോതിൽ സ്വാധീനം ചെലുത്താറുണ്ട്. ചുരുക്കം പറയുകയാണെങ്കിൽ നിഫ്റ്റി 50 ഫ്രെയിം ആയിരിക്കുന്നത് ഈ നിഫ്റ്റി 50യിലുള്ള 50 കമ്പനീസിൽ നിന്നുള്ള ആ ഒരു പ്രൈസ് വെച്ചിട്ടാണ്. അറ്റ്ലീസ്റ്റ് 50 കമ്പനീസിൽ നമ്മൾ വാച്ച് ചെയ്തെങ്കിൽ കൂടിയും ടോപ്പായിട്ടുള്ള 10 കമ്പനീസിനെങ്കിലും കൂടി നമ്മൾ ഇതിൽ വാച്ച് ചെയ്യണം. ഇനി ബാങ്ക് നിഫ്റ്റിയിൽ ട്രേഡ് ചെയ്യുമ്പോഴും അതുപോലെ തന്നെ 12 കമ്പനീസിന്റെ ഒരു സൂചികയാണ് ബാങ്ക് നിഫ്റ്റി. അറ്റ്ലീസ്റ്റ് നമുക്ക് HDFCയുടെയും കൊട്ടാക് ബാങ്കിന്റെയും SBIയുടെയും എല്ലാം തന്നെ ചാർട്ട് അല്ലെങ്കിൽ അവരുടെ വാർത്തകൾ ഈ ഒരു ബാങ്ക് നിഫ്റ്റിയുടെ ആ ഒരു മൂവ്മെന്റിന് വളരെ വലിയ തോതിൽ സ്വാധീനം ചെലുത്താറുണ്ട്, അല്ലെങ്കിൽ അത് തന്നെയാണ് സ്വാധീനം ചെലുത്തുന്നത്. അപ്പോൾ ഈ ഒരു നിഫ്റ്റി ആയിക്കോട്ടെ മറ്റുള്ള എല്ലാ ഇൻഡെക്സ് ആയിക്കോട്ടെ അതിന്റെ അണ്ടർലൈങ് അസറ്റ് എന്ന് പറയുന്നത് ആ സ്റ്റോക്കുകളാണ്. ആ സ്റ്റോക്കിന്റെ പെർഫോമൻസ് നമ്മളെ നിഫ്റ്റിനെയും അല്ലെങ്കിൽ ബാങ്ക് നിഫ്റ്റിനെയും എല്ലാം തന്നെ സ്വാധീനം ചെലുത്താറുണ്ട്. ഈ ക്രൂഡിലേക്ക് വരുമ്പോൾ ക്രൂഡ് എന്ന് പറയുന്നത് ഇന്റർനാഷണൽ മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്ന ക്രൂഡിന്റെ ആ ഒരു പ്രൈസും ഇന്ത്യൻ റുപ്പീസും ഡോളറിന്റെ ആ ഒരു കൺവേർഷൻ മാത്രമാണ് ക്രൂഡിന്റെ ആ ഒരു പ്രൈസിന്റെ മൂവ്മെന്റിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ. ഇത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ജിയോ പൊളിറ്റിക്കൽ ടെൻഷനും അല്ലെങ്കിൽ ഒപെക് രാജ്യങ്ങളുടെ ആ ഒരു ഓയിൽ എന്തൊക്കെ പറഞ്ഞാലും ഓയിലിനെ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ക്രൂഡിന്റെ വിലയെ സ്വാധീനിക്കുന്നത്. അതുപോലെ തന്നെ ഗോൾഡിനെ സംബന്ധിച്ചുള്ള വാർത്തകൾ, ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻ അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഗോൾഡിനെ സ്വാധീനിക്കുന്നത്. അതല്ലാതെ ഈ ഒരു ക്രൂഡ് എന്ന് പറയുന്ന ആ ഒരു അസറ്റ് ക്ലാസ് ഫോം ആയിരിക്കുന്നത് ഒരു 10-12 സബ്സിഡിയറി ക്രൂഡിന്റെ പല ഫോമിൽ നിന്ന് ഡെറൈവ് ചെയ്ത് വരുന്ന ഒരു വാല്യൂ അല്ല നിഫ്റ്റിനെ പോലെ. ക്രൂഡ് എന്ന് പറയുന്നത് ഒരൊറ്റ അസറ്റ് ക്ലാസ് ആണ്. കറൻസി കൺവേർഷൻ, ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻ, ഒപെക് രാജ്യങ്ങളുടെ സപ്ലൈ ആൻഡ് ഡിമാൻഡ്, ഇത് മാത്രമാണ് ക്രൂഡിന് വിലയെ സ്വാധീനിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രൈസ് ആക്ഷൻ എല്ലാം തന്നെ ടെക്നിക്കലി ബേസ് നോക്കുമ്പോൾ പ്രൈസ് ആക്ഷൻ എല്ലാം തന്നെ വളരെ നല്ല രീതിയിൽ റെസ്പെക്ട് ചെയ്ത് ക്രൂഡിനും ഗോൾഡിനും പോകാറുണ്ട് എന്നുള്ളത് ട്രേഡേഴ്സിന് ഒരു ഗുണകരമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ ഈ ഫാക്ടേഴ്സ് ആണ് ക്രൂഡിന് ഈ ഒരു കറന്റ് സമയത്ത്
ഏറ്റവും കൂടുതൽ ആളുകൾ ഈ ഒരു കമ്മോഡിറ്റി മാർക്കറ്റിലേക്ക് ട്രേഡ് ചെയ്യാനായിട്ട് കൊണ്ടുവരുന്നത്. ഇനി കമ്മോഡിറ്റി നമുക്ക് ട്രേഡ് എലിജിബിൾ ചെയ്യാനായിട്ട് നമുക്ക് വേറെ ബ്രോക്കറിന്റെ ഒന്നും സഹായം തേടണ്ട. നമ്മൾ ഉപയോഗിക്കുന്ന സറോദ, നമ്മൾ ഉപയോഗിക്കുന്ന അപ്സ്റ്റോക്ക്, നമ്മൾ ഉപയോഗിക്കുന്ന ഏത് ബ്രോക്കർ ആയിക്കോട്ടെ, ആ ബ്രോക്കറിൽ പോയി നമുക്ക് ഫ്രീ ആയിട്ട് കമ്മോഡിറ്റി മാർക്കറ്റ് എനേബിൾ ചെയ്യാൻ പറ്റും, വളരെ ഫ്രീ ആയിട്ട്. അപ്പൊ വേറെ ബ്രോക്കർ ഒന്നും ഉപയോഗിക്കേണ്ട കാര്യമില്ല. നമുക്ക് അതേ ബ്രോക്കറിൽ തന്നെ അതേ മാർജിൻ ഉപയോഗിച്ച് നമുക്ക് കമ്മോഡിറ്റി ട്രേഡ് ചെയ്യാം. അപ്പൊ ഇതൊക്കെയാണ് കമ്മോഡിറ്റിയുടെ ഗുണങ്ങൾ എന്ന് പറയുന്നത്. സമയവും മറ്റുള്ള അസറ്റ് ക്ലാസിന്റെ അലോക്കേഷൻ അല്ലെന്നാണ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി ദോഷം എന്താ? ദോഷം എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു ട്രേഡും ഓവർനൈറ്റ് ഹോൾഡ് ചെയ്യുന്നത് അത്ര നല്ലതല്ല എസ്പെഷ്യലി ഇപ്പോഴത്തെ സാഹചര്യത്തിൽ. അപ്പൊ ക്രൂഡൊക്കെ ഓവർനൈറ്റ് ഹോൾഡ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഗോൾഡൊക്കെ ഓവർനൈറ്റ് ഹോൾഡ് ചെയ്യുന്നത് കുറച്ചും കൂടി വളരെയധികം റിസ്കി ആയിട്ടുള്ള ഒരു പ്രോസസ്സായിട്ട് മാറും. കാരണം ഗോൾഡിന്റെ അല്ലെങ്കിൽ ക്രൂഡിന്റെ എല്ലാം തന്നെ വിലയെ സ്വാധീനിക്കുന്നത് ഈ ഒരു ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻ ആയതുകൊണ്ട് ഓവർനൈറ്റ് ഉണ്ടാകുന്ന എന്തെങ്കിലും ഒരു യുദ്ധ സാഹചര്യങ്ങളെല്ലാം തന്നെ ക്രൂഡിന്റെ വില വളരെ ശക്തമായിട്ട് മാറ്റങ്ങൾ ഉണ്ടാക്കും എന്നുള്ളതാണ് ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു വശം. അപ്പൊ ക്രൂഡിലെല്ലാം തന്നെ അല്ലെങ്കിൽ ഗോൾഡിലെല്ലാം തന്നെ സ്കാൽപ്പ് ചെയ്യുന്ന ആളുകൾക്ക് വളരെയധികം ബെനിഫിറ്റ് ആണ്. ഇനിയിപ്പോ ഈ ക്രൂഡും അല്ലെങ്കിൽ ഗോൾഡും നമ്മൾ ട്രേഡ് ചെയ്യുന്നത് സ്കാൽപ്പ് അല്ലെങ്കിൽ ഒരു ഓപ്ഷൻ ബൈയോ സെല്ലിങ്ങോ ആ ഒരു പെർസ്പെക്റ്റീവിലാണല്ലോ നമ്മൾ ഈ ഒരു MCX ആണ് ട്രേഡ് ചെയ്യാനായിട്ട് നമ്മൾ എലിജിബിൾ ആക്കുന്നത്. അപ്പോൾ ട്രേഡേഴ്സിന് വളരെയധികം ഗുണകരമായ രീതിയിൽ ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. അപ്പൊ ക്രൂഡിലും ഗോൾഡിലും ട്രേഡ് ചെയ്യാൻ വളരെ ഇൻഡെപ്ത് ആയിട്ട് ഇതിനെ കുറിച്ച് പഠിക്കാനും, അപ്പൊ ക്രൂഡിനെ നമ്മൾ പറയുമ്പോൾ ക്രൂഡ് എന്ന് പറയുന്നത് തന്നെ നമുക്ക് മെഗാ ഉണ്ട്, മിനി ഉണ്ട്, ഫ്യൂച്ചറും ഉണ്ട് മെഗാ, ഓപ്ഷനും ഉണ്ട് മെഗാ. ഗോൾഡിനെ നമ്മൾ സംസാരിക്കുമ്പോൾ ഗോൾഡ് ഫ്യൂച്ചർ ഉണ്ട്, അത് 1 kg ആണ്. ഗോൾഡ് മിനി ഉണ്ട്, അത് 100 gram ആണ്. ഗോൾഡ് പെറ്റൽ ഉണ്ട്, അത് 1 gram ആണ്. ഗോൾഡ് ഗിനി ഉണ്ട്, അത് 8 gram ആണ്. അപ്പൊ ഇതെല്ലാം തന്നെ വ്യത്യസ്തമായിട്ടുള്ള കോൺട്രാക്റ്റുകളാണ്. ക്രൂഡിനെ സംബന്ധിച്ച് അതുപോലെ തന്നെ മെഗാ ഉണ്ട്, മിനി ഉണ്ട്, ഓപ്ഷനിലും ഉണ്ട്, ഫ്യൂച്ചറിലും ഉണ്ട്. അപ്പോൾ പല തരത്തിലുള്ള കോൺട്രാക്റ്റുകളാണ്. അത് ഇൻഡെപ്ത് ആയിട്ട് നമുക്ക് മനസ്സിലാക്കി പഠിക്കേണ്ടതായിട്ട് തന്നെയുണ്ട്. അപ്പോൾ നിങ്ങൾ ക്രൂഡിൽ ഇൻട്രസ്റ്റഡ് ആണ്, ഗോൾഡിൽ ഇൻട്രസ്റ്റഡ് ആണ്, M6 ഇൻട്രസ്റ്റഡ് ആണ് എങ്കിൽ നമ്മൾ പുതിയ കമ്മോഡിറ്റി കോഴ്സ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് കമന്റിൽ നമ്പർ ഉണ്ട്, അതിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യാം. നിങ്ങൾക്ക് വളരെ കുറഞ്ഞ ഫീസ് തന്നെ ഓൺലൈനായിട്ടും ലോകത്തിന്റെ ഏത് കോണിൽ ഇരുന്ന് വേണമെങ്കിലും, അതല്ലെങ്കിൽ കൊച്ചിയിൽ നമ്മൾ ഓഫീസിൽ വന്ന് ഓഫ്ലൈനായിട്ടും കുറഞ്ഞ ഫീസിൽ പഠിക്കാൻ സാധിക്കും എന്നുള്ളത് കൊണ്ട് കൂടി ഓർമ്മപ്പെടുത്തുന്നു. അപ്പോൾ ക്രൂഡിനെ കുറിച്ച് നിങ്ങൾക്ക് കുറച്ചെങ്കിലും ധാരണ കിട്ടിയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു ഓൾ.